എന്ത് പൈസ? ആ യെസ്, നമ്മൾ ടിൻ ഷെൽ ബ്ലെൻഡറിനെ പറ്റി പറഞ്ഞു. ടിൻ ഷെൽ ബ്ലെൻഡർ. ഓക്കെ, ടിൻ ഷെൽ ബ്ലെൻഡർ. ഓക്കെ, അതല്ലെങ്കിൽ വീക്കോൺ ബ്ലെൻഡർ എന്ന് പറയും. വീക്കോൺ ബ്ലെൻഡർ മനസ്സിലായില്ലേ? ഇതൊക്കെ ബ്ലെൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ യു ക്യാൻ സി എ വി ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് രൂപം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ബേസ്, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്, ഡ്രൈവ് വെച്ചിട്ട് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുക, ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും ഇതൊരു വി ലൈക്ക് അപ്പിയറൻസ് ആണ്. അതായത് ഇതിൻ്റെ ആമുകൾ അപ്വേർഡായിട്ട് ഉണ്ടാവുക. ദെൻ വൺസ് ഇത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു പ്രകൃതത്തിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇതൊരു എയർ ലൈക്ക് സ്ട്രക്ചറായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി നമുക്ക് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൺസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് മെയിൻലി മേഡപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ബൈ യൂസിങ് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിത് മാനുഫാക്ചർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്മോൾ സ്കെയിൽ മോഡൽസ് അല്ലെങ്കിൽ ലബോറട്ടറി സ്കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 20 കിലോഗ്രാം ഒക്കെ കപ്പാസിറ്റി വരുന്ന മെഷീനറീസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റവല്യൂഷൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ RPM എന്ന് പറയുന്നത് ഒരു 35 RPM ഒക്കെ ആയിരിക്കും അത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അത് 35 റവല്യൂഷൻ പെർ മിനിറ്റ് രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ദെൻ ലാർജർ സ്കെയിലൊക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെറ്റപ്പൊക്കെ ആണെങ്കിൽ 1 ടൺ ഒക്കെ വരുന്ന ഇതുണ്ട്. 1 ടൺ അത്രയും വെയിറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള മെഷീനറീസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വെയിറ്റ് കൂടുന്നതോറും അതിൻ്റെ ആ ഒരു റവല്യൂഷൻ പെർ മിനിറ്റ് അത് 15 റവല്യൂഷൻ പെർ മിനിറ്റ് അത് റിവോൾവ് ചെയ്യാറുള്ളൂ. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് നമുക്കിതിൽ ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യണോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന 2 രീതിയിൽ. അതായത് ക്യാൻ ബി ലോഡഡ് ത്രൂ ഐദർ ഓഫ് ദി ഷെൽ ഹാച്ചസ്. ഈ ഭാഗത്ത് ഷെൽ ഹാച്ചസ് വഴി നമുക്ക് ഇതിനെ ലോഡ് ചെയ്യാം. എംറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒഴിവാക്കുക. എംറ്റിങ് ഓഫ് ദ ബ്ലെൻഡ് ഈസ് നോർമലി ഡൺ ത്രൂ എ അപ്പെക്സ് പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗമാണ് അപ്പെക്സ് പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്പെക്സ് പോർട്ട് വഴി നമുക്കിതിനെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ അതിൻ്റെ ഒരു ബേസിക് ലോഡ് ചെയ്യണം അൺലോഡ് ചെയ്യുന്ന രീതി. അതേപോലെ ലോഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നത് മെറ്റീരിയൽ ടു ബി ബ്ലെൻഡഡ് ഈസ് ലോഡർ അപ്രോക്സിമേറ്റ്ലി ഏകദേശം രൂപം പറയുകയാണെങ്കിൽ 50 to 60% മാത്രം നമ്മൾ ഇതിൽ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ബാൾ മില്ലിലെ കേസിലും പറയാറുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് നിറയ്ക്കുമ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആക്ഷൻസ് ഒന്നും സംഭവിക്കില്ല. കാരണം കംപ്ലീറ്റ്ലി തിക്ലി പാക്ഡ് ആയതുകൊണ്ട്. ഓക്കെ, കാരണം അതിന് ട്രാവൽ ചെയ്യാനുള്ളൊരു സ്പേസ് വോണ്ട് ബി ദർ. അപ്പോൾ അതൊരു പ്രോബ്ലം. അപ്പോൾ ഒരു 50 to 60% മാത്രം നമ്മൾ അത് ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് അതിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ ഈ എന്താ പറയുക പ്രൊസീജിയർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയാണെങ്കിൽ ദ മെറ്റീരിയൽ അണ്ടർഗോസ് ടംബ്ലിങ് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടംബ്ലിങ് മോഷൻ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് ആക്ക് അല്ല, ഒരു അങ്ങോട്ടും മുന്നോട്ടും താഴോട്ടും വരുന്ന രീതിയിൽ ഒരു ലൈക്ക് ഒരു മൂവ്മെൻറ്റാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഈ വി എന്നുള്ള ഷേപ്പ് വെൻ ദ വി ഈസ് ഇൻവെർട്ടഡ് ദ മെറ്റീരിയൽ സ്പ്ലിറ്റ്സ് ഇൻ ടു പോർഷൻസ്. ഓക്കെ, അത് സ്വാഭാവികം നമുക്കറിയുന്നതാണ്. ആദ്യ കേസിൽ നമ്മൾ ഇവിടെ നിന്ന് നിറച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, വൺസ് ഇത് ഇൻവേർട്ടർ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ആകുമ്പോൾ അല്ലെങ്കിൽ എന്നുള്ള ഒരു ലെറ്ററിലോട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഈ 2 ചാനലിലേക്കും വന്ന് കിടക്കും. ഓക്കെ, ഈ കമ്പോണൻറ്റിലേക്ക് വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ദെൻ എഗെയിൻ അത് അടുത്ത രീതിയിലേക്ക് പോകുമ്പോൾ അത് പിന്നെയും അത് റീകമ്പൈൻ ചെയ്യും. ആ രീതിയിൽ കണ്ടിന്യൂസ്ലി എന്താ പറയുക സ്പ്ലിറ്റ് ആവുക കമ്പൈൻ ചെയ്യുക. ആ രീതിയിലാണ് ഒരു കൈൻഡ് ഓഫ് ഓർഡേർഡ് മിക്സിങ് ബൈ മെക്കാനിക്കൽ മീൻസാണ് നടക്കുന്നത്. കണ്ടിന്യൂസ്ലി ഈൽഡ്സ് ഓർഡേർഡ്
മിക്സിങ് ബൈ മെക്കാനിക്കൽ മീൻസ്. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ ഒരു പ്രവർത്തനം. ഓക്കെ, ദെൻ ഇവിടെ നടക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ പൗഡർ മാസ് അല്ലെങ്കിൽ ഈ പൗഡറിനെ കൺവേർട്ടഡ് ഷോക്ക് വൈസ്, ആ ഷോക്ക് വൈസ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കണമെങ്കിൽ ദർ വോണ്ട് ബി എ നോ ഡീമിക്സിങ്, അല്ലെങ്കിൽ ദർ വോണ്ട് ബി നോ ഡീമിക്സിങ് വോണ്ട് ബി ദർ ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ്. ഓക്കെ, ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ് വിൽ ഓക്കർ. ഓക്കെ, ദെൻ എന്താ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് സോ ദാറ്റ് മെറ്റീരിയൽ ആൾട്ടർനേറ്റീവ്ലി ഈസ് കളക്റ്റഡ് ഇൻ ദി ബോട്ടം പോർഷൻ ഓഫ് ദി വീക്കോൺ ബ്ലെൻഡർ. ഓക്കെ, വീക്കോൺ ബ്ലെൻഡറിൻ്റെ ബോട്ടം പോർഷനിലാണ് നമ്മളിതിനെ കളക്ട് ചെയ്തെടുക്കുന്നത്, ഈ ഭാഗത്ത് നിന്ന്. ഓക്കെ, ഇതിൻ്റെ മിക്സിങ് എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ്, ബ്ലെൻഡറിൻ്റെ സ്പീഡാണ്. ഇപ്പോൾ ഹൈ സ്പീഡാണെന്നുണ്ടെങ്കിൽ മോർ ഡസ്റ്റിങ് അല്ലെങ്കിൽ മോർ സെഗ്രിഗേഷൻ, മോർ ഫൈൻസ് ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ലോ സ്പീഡാണെങ്കിൽ നോട്ട് ഇനഫ് ഷിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കി പല കാര്യങ്ങൾ പറഞ്ഞു പോയാലും എക്സാം സമയത്ത് നിങ്ങളതൊന്നും ഓർത്ത് വെക്കില്ല. ഓർക്കാൻ പറ്റുന്നത് ട്വിൻ ഷെൽ ബ്ലെൻഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ട്വിൻ എന്ന് പറയുമ്പോൾ രണ്ട്, അല്ലെങ്കിൽ വി എന്ന് രണ്ട് ആമ് വരുന്നുണ്ട്. അതിൻ്റെ അപ്പെക്സ് പോർഷനും ഉണ്ട്, ഇതേപോലെ ഹാച്ചസ് അല്ലെങ്കിൽ രണ്ട് ആമുകളുണ്ട്. വി എന്നുള്ള പോർഷനാണ് ഇനീഷ്യലി അത് ഒരു പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ഉണ്ടാവുക. ദെൻ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വി എന്നുള്ളത് എ ആയി മാറും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽസ് അതിൻ്റെ ഈ ബോട്ടം പോർഷനുള്ളത് മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. ദെൻ അത് തിരിച്ച് ഇൻവേർട്ടർ പോർഷനിലാകുമ്പോഴത്തേന് അഗെയിൻ അത് അതിൻ്റെ ആമിലോട്ട് മാറുന്നുണ്ട്. ആ രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഡയഗ്രം കാണുമ്പോൾ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാവും. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് മെയിൻലി മേഡപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതർവൈസ് ബൈ യൂസിങ് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്. ഓക്കെ, ദെൻ its capacity matter, this laboratory scale. If it is small scale, its capacity will be 20 kilogram and its revolution, RPM will be 35 revolution per minute. And if it is a large scale or chemical industry, it will be 1 ton and its speed will be 15 RPM. Okay, that's all about construction and working. Then its main advantages, fragile granules can be blended by using Weak-on blender, because very minimum attrition. Attrition, what is attrition? Attrition means it's a mechanism of size reduction, one of the size reduction mechanism by a kind of rubbing action. Okay, but that rubbing action makes attrition and finally results in a size reduction of particles. Okay, but if it is a fragile one, there will be a more chance to attrition. Fragile, tendency to break up. That is actually called fragile. Okay, well, fragile granules we can use this twin shell blender or Weak-on blender. Then if you have a large capacity quantity, large capacity, in that case also you can use Weak-on blender. Its capacity 1 ton, very large capacity. Then easy to clean ചെയ്യാൻ ഈസിയാണ്. ദെൻ അൺലോഡിങ് ആൾസോ ഈസി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്സ് അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ്സ് മെയിൻ disadvantage. Main problem, high head space requirement for installation is high. Then it is not suitable for fine particles. Suitable for fine particles.
ഓക്കെ. That's enough. 2 disadvantages. Okay, that's all about tin shell blender or V corn blender. താങ്ക് യു. എങ്ങനെയുണ്ട്?